ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ LSS വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കൂട്ടുകാരെ, നമ്മുടെ LSS പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായി ചോദിച്ചു കണ്ട ഇംഗ്ലീഷിലെ ഒരു ചോദ്യമാണ്, ഡിസ്കോഴ്സാണ് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം നമുക്കറിയാം, ഒരുപാട് പരിപാടികളുടെ നോട്ടീസുകൾ നമ്മൾ ദിനം പ്രതി കാണാറുണ്ട്. ഒരുപാട് സ്കൂളിലെ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു പരിപാടികളായിക്കോട്ടെ, എല്ലാ പ്രോഗ്രാമും നടക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് നമ്മൾ നോട്ടീസുകൾ തയ്യാറാക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നോട്ടീസ് എന്തിനാണെന്നുള്ള കാര്യം ആദ്യം ഓർമ്മിക്കുക. എന്തിനാണ് നോട്ടീസ്? എന്താണ് നടക്കാൻ പോകുന്നത്, എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, ആരാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള മാധ്യമമാണ് നോട്ടീസ്, അല്ലേ? അപ്പോൾ ഒരു നോട്ടീസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമ്മൾ മലയാളത്തിൽ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയാണ് നോട്ടീസ് തയ്യാറാക്കുക. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നമ്മളുടെ നോട്ടീസ് തയ്യാറാക്കുന്നത്. അതിൽ നമുക്ക് എളുപ്പത്തിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം കൊടുക്കുകയും പിന്നീട് അതിന് താഴെയായിട്ട് സ്ഥലവും അതുപോലെ തന്നെ എത്ര സമയത്തെത്തണം അത്തരം കാര്യങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്നത്. ഈ നോട്ടീസിൻ്റെ മാതൃക നമ്മൾ പഠിച്ചു വെക്കാം. എങ്ങനെയാണ് തുടക്കം എഴുതുക, ഡിയർ പീപ്പിൾ എന്നെഴുതുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യണം. നോട്ടീസിനൊരു ഘടനയുണ്ട്, ഒരു രീതിയുണ്ട്, അല്ലേ? നമ്മൾ സാധാരണ സുഹൃത്തിന് കത്തെഴുതുന്നത് പോലെയല്ല നോട്ടീസ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നമ്മളൊരു ഡയറി എഴുതുന്നത് പോലെയല്ല. നോട്ടീസിൻ്റെതായ ഒരു രീതിയുണ്ട്. ആദ്യം ഇങ്ങനെ വേണം, അതിനുശേഷം ഇങ്ങനെ വേണം എന്നൊരു ഘടനയുണ്ട്. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചേ, ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഈ ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിന്ന് നോട്ടീസ് തയ്യാറാക്കുന്നത്. സ്കൂളിലുള്ള ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ടീസാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത്തരത്തിൽ വേണം തയ്യാറാക്കാൻ, അല്ലേ? അപ്പോൾ അതിൻ്റെ വെന്യൂ സ്കൂളായിരിക്കും. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുകയും സംശയങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻസൊക്കെ നടത്തുക. പിന്നെ അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തായാലും വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ ഉപകാരപ്പെട്ടെന്നും, നിങ്ങൾ ഇതുവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ നമ്പർ, ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. അതിൽ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളും PDF-ഉം അതുപോലെ വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ കിട്ടും. അപ്പോൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കോച്ചിങ് നടത്താനായിട്ട് സാധിക്കും. ചോദ്യം ശ്രദ്ധിക്കുക, നമ്മുടെ സ്കൂളിൽ വെച്ച് ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാം നടത്തുന്നു. അതിനുള്ള ഒരു നോട്ടീസാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും സ്കൂളാണ് വെന്യൂ, അല്ലേ? പ്ലേസ് എന്താണ്? ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ആയിരിക്കണം. പിന്നെ എപ്പോഴാണ് പ്രോഗ്രാം നടക്കുന്നത്, ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് കൊടുക്കണം. ഏത് സമയത്താണ് നടക്കുന്നത്, ആ സമയം കൊടുക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോട്ടീസ് എന്ന ഒരു ഹെഡിങ് വേണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന നോട്ടീസാണ്, അതുകൊണ്ട് നോട്ടീസ് എന്നൊരു ഹെഡിങ് വേണം. പിന്നെയോ, ഈ നോട്ടീസ് എഴുതുന്നത് ഒരു കള്ളിയിലായിരിക്കണം. ഒരു ബോക്സ് നമ്മൾ വരക്കണം, അതിൻ്റെ ഏറ്റവും മേലെ നോട്ടീസ് എന്ന് എഴുതണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ടോ അതിന് താഴെയായിട്ട് ഡിയർ ഫ്രണ്ട്സ്, പ്രിയ കൂട്ടുകാരെ, അല്ലെ ഡിയർ പീപ്പിൾ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേർക്കാം. ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ പറയുന്നത്. എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു നോട്ടീസിൽ ഉണ്ടാവണം, വേണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, our school has decided to conduct a mini fest in connection with the Hello English program. Details are given below. ഞങ്ങളുടെ സ്കൂളിൽ ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്താനായിട്ട് ഒരു മിനി ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടിയുടെ വിശദ വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്?
വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലം എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. അതിന് താഴെ നമ്മൾ എഴുതി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ 21 ഫെബ്രുവരി 2022 എന്ന് കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വർഷം കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ട് സമയം 10 മണി മുതൽ 12 മണി വരെ, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം കൊടുക്കാം. എന്നിട്ടോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതണം, അല്ലേ? ഓൾ ആർ വെൽക്കം ടു മേക്ക് ദ ഫെസ്റ്റ് സക്സസ്ഫുൾ. അതിൻ്റെ വിജയത്തിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താഴെ സെക്രട്ടറി, അത് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ പേര് ഒപ്പ്, അല്ലെ ഹെഡ് മാസ്റ്റർ, അല്ലെ സ്കൂൾ ലീഡർ എന്നൊക്കെ കൊടുക്കാം. ഏറ്റവും മേലെ ഡിയർ ഫ്രണ്ട്സിന് പകരം ഡിയർ പീപ്പിൾ എന്ന് കൊടുക്കാം. ഞങ്ങളുടെ സ്കൂളിലൊരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന് പകരം ഒരു ലൈബ്രറിയിലാണ് പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എഴുതാം, അല്ലേ? ഇൻ കണക്ഷൻ വിത്ത്, എന്തുമായി ബന്ധപ്പെടുത്തിയാണ് പ്രോഗ്രാം നടക്കുന്നതെന്നാണ് എഴുതേണ്ടത്. ഇൻ കണക്ഷൻ വിത്ത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് നടത്തുന്നതെങ്കിൽ നമുക്കത് മേലെയുള്ള സെൻറ്റൻസിൽ ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെന്യൂ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുത്തൂടെ? ഇവിടെ ഇപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയം കൊടുത്തു. വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാൽ നടക്കുന്നതെങ്കിൽ അത് കൊടുക്കാം. വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, പ്ലേസാണ്, ഓർമ്മിക്കാം. ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം, അല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ August 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് നടക്കുന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഡേറ്റ് മാറിപ്പോകരുത് കേട്ടോ. പിന്നെ ടൈം, സമയം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓൾ ആർ വെൽക്കം ടു മേക്ക് ദ ഫെസ്റ്റ് സക്സസ്ഫുൾ. ഇതിൻ്റെ വിജയത്തിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എങ്കിൽ ഓൾ ആർ വെൽക്കം എന്ന് മാത്രം എഴുതിയാൽ മതി. സിഗ്നേച്ചർ, സെക്രട്ടറി എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റാം. ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ അനുസരിച്ച് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. വളരെ സിമ്പിളാണ് നോട്ടീസ് തയ്യാറാക്കാൻ. ഈ ഒരു മോഡൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. ഇതിലേതെങ്കിലും വാക്കുകൾ അറിയില്ലെങ്കിൽ കുറേ പ്രാവശ്യം ആ വാക്കിങ്ങനെ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഓർഡർ കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നോട്ടീസും ഈ ഒരു മാതൃകയിൽ എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് പരീക്ഷയ്ക്ക് ഇതേ വിഷയം തന്നെ വരില്ല. ചിലപ്പോൾ സ്കൂളിൽ മാജിക് ഷോ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ബോധവൽക്കരണ നടത്തുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു മാതൃക പഠിച്ച് വെച്ചാൽ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോ പറഞ്ഞത്. ഈ നോട്ടീസ് നിർബന്ധമായി നോട്ടിൽ എഴുതിയെടുക്കണം. ഇതേ മാതൃകയിൽ സ്കൂളിൽ ഒരു മാജിക് ഷോ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ചോദ്യം കേട്ടല്ലോ, ഈ ചോദ്യത്തിനനുസരിച്ച് ഒരു നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ടീസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു ഓണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉത്തരം എഴുതി കഴിഞ്ഞവരൊക്കെ മറുപടി പറയണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. LSS USS കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാത്ത, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ അപ്പോൾ ടീച്ചർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. സി യു നെക്സ്റ്റ് ടൈം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും. 300 വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, സി യു.